ഇന്നലെ വാഴോട്ട് പോണം BJP കൗൺസിലറിലെ ഒരു സിനിമയില് വില്ലന്മാരെ ചേസ് ചെയ്ത് പിടിക്കുന്ന പോലെയായിരുന്നു നമ്മുടെ പോലീസ് BJP കൗൺസിലറെ പിടിച്ചിരിക്കുന്നത്. അതിനെ ന്യായീകരിച്ചും കുറെ BJP പ്രവർത്തകരൊക്കെ വന്നിട്ടുമുണ്ട്. ശരിക്കും ഇന്നലെ നടന്നത് ശരിക്കും സിനിമയെ കാണുന്ന പോലായിരുന്നു അല്ലേ? എനിക്ക് ഇത് ഒരു സിനിമ ഡയലോഗ് പറയുന്നത്, നമ്മുടെ ആക്ഷൻ ഹീറോ വിജുവിൽ നിവിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു പോലീസുകാരൻ നെഞ്ചു വിരിച്ച് വട്ടം കയറി നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ഈ പിടിപാടും രാഷ്ട്രീയമല്ല എന്ന് പറയുന്ന രീതിയിൽ. അതായത് ഒരു വധശ്രമ കേസിൽ പ്രതിയായ ഒരു നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ് ഈ സുഗതൻ എന്ന് പറയുന്ന വാഴോട്ടുകോണം കൗൺസിലർ, ഒരു വാർഡിലെ കൗൺസിലർ. ഇത് ഒരു നിരവധി കേസുകൾ ഉണ്ടായിട്ട് പോലും ഇയാള് ഇലക്ഷനിൽ നിന്നു. BJPയുടെ അവരുടെ ഒരു പണത്തിന്റെ ആധികാരികത കൊണ്ട് അയാൾ വിജയിക്കുകയും ചെയ്തു. അപ്പോഴും ഈ ഒരു വധശ്രമ കേസിന്റെ ഇത് നടക്കുന്നുണ്ടായിരുന്നു, ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ 7-ാം തീയതി ആ ഒരു സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസുകാരുടെ മുന്നിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. അയാളുടെ ഹർജി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന്റെ ഹർജി കോടതിയിൽ തള്ളിയതിനെ തുടർന്ന് ഇയാൾ ഒളിവിലും പോയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ വീട്ടിൽ വന്നതറിഞ്ഞ് രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ ഇയാളും ഇയാളുടെ സഹോദരങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരും വളഞ്ഞിട്ട് ആക്രമിച്ച് പോലീസുകാരുടെ ജീവന് ഭീഷണിയാകും എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് അവർ ആ സാഹസികമായി പിടികൂടിയത്. അത് മേളിലേക്ക് ഒരു അറിയിപ്പ് കൊടുത്തതിന് ശേഷം ആകാശത്തേക്ക് ഒരു റൗണ്ട് വെടിവെച്ചതിന് ശേഷമാണ് ഇവരെ നാട്ടുകാരെ പിരിച്ചുവിട്ടത്. ഈ ഒരു സംഘടനത്തിൽ അവിടുത്തെ വട്ടിയൂർക്കാവ് SHO ആയ വിപിൻദാസിനും കൂടെ ഉണ്ടായിരുന്ന SIക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ ഇതുപോലെ ഒരു പോലീസുകാരെ മർദ്ദിച്ചും അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തിയുള്ള BJPയുടെ അല്ലെങ്കിൽ അധികാരമുണ്ട് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അധികാരത്തിന്റെ ബലത്തിൽ കിടന്ന് തിളയ്ക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു താക്കീതാണ് കേരള പോലീസിന്റെ ഇന്നലത്തെ ഒരു ആക്ഷൻ. ചേട്ടൻ പറഞ്ഞില്ലേ പോലീസുകാർക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന്. ഒരു മേയർ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ പറഞ്ഞൊരു ഡയലോഗാണ് ഇത്. എന്തിന് കാപ്പ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ഇതിനെതിരെ നടപടിയെടുക്കുന്നു. അതായത് ഒരു പ്രതിയെ പിടിച്ചതിന് പോലീസിനെതിരെ നടപടിയെടുക്കും. ആ BJP കൗൺസിലർ ഇവര് അല്ലെ നാട്ടുകാർ പോലീസിനെ ഉപദ്രവിച്ചത് പ്രശ്നമല്ല, പക്ഷെ പ്രതിയെ പിടിച്ചതാണ് ഇപ്പൊ പോലീസ് ചെയ്ത തെറ്റ്. ഇപ്പൊ ഈ വട്ടിയൂർക്കാവ് SHക്കെതിരെ ഇതിനു മുമ്പ് ആരോപണങ്ങൾ ഈ BJP കൗൺസിലർ അല്ലെങ്കിൽ BJP മേയറായ VV രാജേഷ് തന്നെ, തിരുവനന്തപുരം മേയറായ VV രാജേഷ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അമ്പലത്തിൽ പോലീസ് അതിക്രമിച്ച് കയറി അവരെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ മുൻ സർക്കാരിന്റെ പിൻബലത്തിൽ നിന്ന് ഈ ഒരു BJPയുടെ അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിന്റെ പവിത്രത കളങ്കപ്പെടുത്തി എന്ന രീതിയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സുഗതന്റെ 14 വയസ്സുകാരനായ മകനെ തോക്ക് ചൂണ്ടിക്കാണി പേടിപ്പിച്ചു, ഭാര്യയെ മർദ്ദിച്ചു എന്നൊക്കെയാണ് ഇവരുടെ പ്രചരണങ്ങൾ. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥമുള്ള സത്യം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്കത് വിശദമായതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ വട്ടിയൂർക്കാവ് പ്രശ്നത്തിൽ കഴിഞ്ഞ 1-2 മാസം മുമ്പ് ഇവിടുത്തെ വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ മുൻ DGP ആയിരുന്ന റിട്ടയറായ R ശ്രീലേഖ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അതായത് പോടാ പുല്ലേ പോലീസ് എന്നുള്ള ഒരു മുദ്രാവാക്യം മുഴക്കിയതെല്ലാം നമ്മൾ കണ്ടതാണ്. മറ്റൊരു DGP ആയ സെൻകുമാർ പറയുന്നത് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ഈ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും, അവിടെ ഒരു പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരിക്കും വരുന്നത്, അവിടെ ഇപ്പോൾ കേന്ദ്രസേന ഇറങ്ങും, പിന്നെ കേരള പോലീസിന് യാതൊരുവിധ പ്രസക്തി ഉണ്ടാവില്ല. ഇത് ആരാണ് ഈ പറഞ്ഞത് മുഴുവൻ? കേരള പോലീസിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കേരള പോലീസിൽ കുറെ നാൾ അല്ലെങ്കിൽ തലപ്പത്ത് പ്രവർത്തിച്ചിരുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും വാങ്ങി പ്രവർത്തിച്ചിരുന്ന 2 മുൻ DGPമാരാണ് ഈ പോലീസിനെതിരെ പരസ്യമായി വരുന്നത്. പക്ഷെ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കേരള പോലീസ് എന്താണെന്നും കേരള പോലീസിന്റെ പവർ എന്താണെന്നും കേരള പോലീസ് എങ്ങനെ ആയിരിക്കണമെന്നും കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്നലത്തെ ഒരൊറ്റ ആക്ഷനിലൂടെ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ആഭ്യന്തരമന്ത്രിയും വന്നിട്ടുണ്ട്. കാരണം പോലീസിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നേരത്തെ സർക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചേനെ, ഇങ്ങനൊന്നും ചെയ്യരുതായിരുന്നു, ഇത് തെറ്റായിരുന്നു, ജനങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് പോലീസ് ചെയ്തത് അഭിനന്ദനാർഹമായ കാര്യമാണെന്ന്. അത് ശരിയാണ്. അതായത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം പോലീസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന, ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു മനുഷ്യനാണ്. ഇതിനു മുമ്പും പോലീസ് വകുപ്പ് ഭരിച്ച ഒരു മന്ത്രിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ആ ഒരു പോലീസിന് നൽകുന്ന ഒരു സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് എന്താണെന്ന് നമുക്ക് മുൻ ദിവസങ്ങളിലെല്ലാം കണ്ട് പരിചയമുള്ളതാണ്. ഇപ്പോൾ
എൻ്റെ നാടായ കോട്ടയത്ത് തോട്ടിൽ ഒരു ശവം, ഒരു മൃതശരീരം കാണപ്പെട്ടു. ആ ഒരു മൃതശരീരം എടുക്കാൻ വേണ്ടി ഫയർഫോഴ്സുകാർ പോലും തയ്യാറായിരുന്നില്ല. അവിടെ ഒരു സ്റ്റേഷനിൽ ഒരു SHO ഇറങ്ങി ആ ഒരു പായലും ചെളിയും നിറഞ്ഞ ആ ഒരു തോട്ടിലേക്ക് ഇറങ്ങി ആ ഒരു മൃതദേഹം കയറ് കൊട്ടി കരയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു CPO ആണ്. തൻ്റേതായിട്ടുള്ള ജോലിയല്ല, പക്ഷെ അത് തൻ്റേതുള്ള ഒരു ജോലിയാണെന്നുള്ള ഒരു വിചാരത്തിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ വീഡിയോ കോൾ വിളിച്ചാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പ്രശംസിച്ചത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ED റെയ്ഡ് ഉണ്ടായിരുന്നല്ലോ. ആ ED റെയ്ഡ് ഉണ്ടായിരുന്ന സമയത്ത് CPM പ്രവർത്തകർ ഈ ED ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു. അപ്പോൾ ഈ ആക്രമിച്ച പ്രതികളെ പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ DCP തപോഷ്, അദ്ദേഹം ആസാം സ്വദേശിയാണ്, ആസാം ഗുവാഹത്തി. അപ്പോൾ അദ്ദേഹം ധീരമായിട്ട് ചങ്കുറപ്പോടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചങ്കൂറ്റത്തോടെ ആ ഒരു AKG സെൻറ്ററിൻ്റെ മുന്നിൽ ഈ പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ പോയില്ല എന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ AKG സെൻറ്ററിലേക്ക് ഇടിച്ച് കയറാതെ അവർ ക്ഷമാപൂർവം ഈ പോലീസിൻ്റെ സ്റ്റാൻഡ് വ്യക്തമായി അവരെ ബോധിപ്പിച്ചതുകൊണ്ട് അവർക്ക് ആ ഒരു പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്നതിൽ ഈ CPM പ്രവർത്തകർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു പോലീസിനെതിരെ വിമർശനം ഉണ്ടായപ്പോൾ പോലും മറുവശത്ത് ഈ ഒരു തിരുവനന്തപുരം DCPയുടെ ആ ഒരു പ്രശംസ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ട ഒരു ഇതാണ്. ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ BJP ഇവിടെ അധികാരത്തിൽ വന്നിട്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ച് നാൾ കൊണ്ട് ഇവിടെ ഒരു ഗുണ്ടാനെ എന്ന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു സാധാരണക്കാരൻ ഒരു പോലീസ് കേസ് ഉണ്ടെങ്കിൽ അവന് പാസ്പോർട്ട് കിട്ടില്ല, മറ്റു വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആ ഒരു സ്ഥാനത്താണ് BJPയുടെ ഒരു അധികാരം, അല്ലെങ്കിൽ ആ ഒരു ഹോൾഡ് കൊണ്ട് അയാളെ കൗൺസിലറാക്കി മത്സരിപ്പിച്ച് കൗൺസിലറായത്. ഈ തിരുവനന്തപുരത്തിൻ്റെ തന്നെ മറ്റൊരു പ്രത്യേകത അറിയാലോ. ആ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP നേതാവായ VV രാജേഷാണ്. ഇവിടെ നിന്ന് 2 MLA-മാരുണ്ട്, ഒന്ന് കഴക്കൂട്ടത്തും ഒന്ന് നേമത്തും. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ BJPയുടെ ഒരു പിടി മുറുക്കി വരുന്ന സാഹചര്യത്തിൽ ഈ പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ പോലീസുകാർ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ആകാശത്തേക്ക് വെടിവെച്ചു അല്ലെങ്കിൽ തോക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ പോലീസിന് ഒരു മാനുവൽ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ, അതായത് എപ്പോഴൊക്കെ തോക്ക് ഉപയോഗിക്കാം, എങ്ങനെയെല്ലാം ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയർ വ്യക്തമായി അല്ലെങ്കിൽ കർശനമായി ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 14 വയസ്സുകാരനായ കുട്ടിക്ക് നേരെ തോക്ക് ചൂണ്ടുകയോ അല്ലെങ്കിൽ മർദ്ദിക്കുകയോ ഉണ്ടായില്ല. അതായത് കർത്തവ്യ നിർവഹണത്തിനിടെ ഈ പോലീസുകാരൻ്റെ ജീവൻ നഷ്ടമാവുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പാവുമ്പോൾ മുന്നറിയിപ്പ് നൽകി ആകാശത്തേക്ക് വെടിവെക്കുക. ഇനി അഥവാ ശരീരത്തിലേക്ക് വെടിവെച്ചാൽ തന്നെ ജീവന് അപകടം ഉണ്ടാകാത്ത രീതിയിൽ വെടിവെക്കുക എന്നുള്ളൊരു നിയമം ഈ പോലീസ് മാനുവലിൽ തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു SHO വിപിൻ ദാസ് അവിടെ ആ ഒരു ഈ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ ചെയ്തു കൂട്ടിയത്. എന്തായാലും ഈ സംഭവത്തോടെ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഉള്ള പോലീസ് ഭരണത്തേക്ക് എന്തുപോലും വലിയ മാറ്റമാണ് സംഭവിച്ചത് 1 മാസം കൊണ്ട്. ഈ എറിയാൻ അറിയുന്നതിൻ്റെ കയ്യിൽ വടി കൊടുത്താൽ എന്ത് സംഭവിക്കും, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതായത് ഇത്ര നാളും ഈ പോലീസുകാരുടെ കാലുകളും കൈകളും ഈ ചങ്ങല കൊണ്ട് കൂച്ച് കെട്ടിയിരിക്കെ, അല്ലെങ്കിൽ കൂച്ചുകലം കെട്ട ഒരു കൊമ്പനെ പോലെയായിരുന്നു ഈ കേരള പോലീസ് എന്ന് പറയുന്നത്. അതായത് ഓരോ സ്ഥലത്തേക്കും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പല ഭാഗത്തേക്കും, അല്ലെങ്കിൽ ക്രമസമാധാനമാവട്ടെ, സ്പെഷ്യൽ ബ്രാഞ്ച് ആവട്ടെ, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച് ആവട്ടെ, വിജിലൻസ് ആവട്ടെ, ഓരോ ഭാഗങ്ങളിലേക്കും അതിലേക്ക് ആ ഒരു സേനയിലേക്ക് ആ ഒരു വിഭാഗത്തേക്ക് സ്യൂട്ടബിളായ ഉദ്യോഗസ്ഥരെ ചേർത്തപ്പോൾ ആ ഒരു പോലീസ് സംവിധാനം വ്യക്തമായുള്ള ഒരു എങ്ങനെ സഞ്ചരിക്കണം ആ ഒരു പാതയിൽ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ലഹരി അല്ലെങ്കിൽ ഓപ്പറേഷൻ DHണ്ട് അതുപോലുള്ള ഈ പല ഓപ്പറേഷൻസും അല്ലെങ്കിൽ പല പദ്ധതികളും ഈ കേരള പോലീസിനെ കൊണ്ട് ചെയ്യിച്ചു. എന്നിട്ട് ഇവിടെ ലഹരി മരുന്നിൻ്റെ മാഫിയയിൽ നിന്ന് പിടിമുറുക്കാൻ എന്തെങ്കിലും, അല്ലെങ്കിൽ അവർക്കെതിരെ അവരടിച്ചമർത്താൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എന്തെല്ലാം അക്രമങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല കയറി ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പദ്ധതി വന്നതോടെ ഈ ഡെയിലി പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സ്ഥലത്തുനിന്ന് ഇത്ര പേരെ പിടികൂടി. അതായത് ഈ ഒരു കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു പദ്ധതി അത് ഇനിയുള്ള ഒരു കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ വെച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപ്പാക്കും എന്നതിൽ കട്ടായം.